റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ടിക്കയാണ്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് ബട്ടർ കുൽച്ചയും കൂടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കൻ ടിക്ക ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കട്ടിയുള്ള തൈരാണ്. അതൊരു 8 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കൊറിയൻഡർ പൗഡറും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ വേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീര പൗഡറാണ്. പിന്നെ വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് മാരിനേഷനുള്ള ചേരുവകൾ. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നല്ലതായിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണിത്. അത് കുറേശ്ശെയായിട്ട് ഇതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചിക്കനിലൊട്ടും വെള്ളമില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചിക്കനിലെ വെള്ളമെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടവൽ ഉപയോഗിച്ചോ നല്ലതുപോലെ തുടച്ചതിന് ശേഷം മാത്രം മാരിനേഷനിലോട്ട് ഇടാവൂ. ചിക്കനിൽ വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവി ഒരുപാട് ലൂസായിട്ട് ചിക്കനിൽ ആ മാരിനേഷനൊന്നും പിടിക്കാതെ വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കനിവിടെ ഞാൻ നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മാരിനേഷൻ എത്തണം. ഞാനിതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ നല്ലൊരു കളർ തന്നെ ഇതിന് വന്നോളും. ഒരു വലിയ ബൗളിലിട്ട് മാരിനേറ്റ് ചെയ്താലും മതിയാകും. ഞാനിതിപ്പോൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ടാണ് ഈ ഗ്ലാസ് ബൗളിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവസാനം ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. മിനിമം ഒരു 4-5 മണിക്കൂർ വെച്ചതിന് ശേഷം ടിക്ക ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിതിപ്പോൾ ഇവിടെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ടിക്ക ഉണ്ടാക്കുന്നത്. ചിക്കൻ ഒരു ദിവസം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ടിക്ക ഉണ്ടാക്കിയാൽ നല്ല ഫ്ലേവറൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ടിക്ക ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെളിയിൽ വെക്കുക. തണുപ്പെല്ലാം പോയതിന് ശേഷം മാത്രമേ ടിക്ക ഉണ്ടാക്കാവൂ. ഇനി ടിക്ക ഉണ്ടാക്കി തുടങ്ങാം. ഞാനിത് OTG അവനിലാണ് ഉണ്ടാക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ചിക്കൻ്റെ പീസുകൾ ഇതുപോലെ സ്ക്വയറിൽ ഓരോന്നായിട്ട് വെച്ചതിന് ശേഷം ഒരു ഗ്രിൽ ട്രേയിലോട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ ചിക്കൻ്റെ പീസുകളും ഇതുപോലെ സ്ക്വയർ ഉപയോഗിച്ച് വെച്ചതിന് ശേഷം ഗ്രിൽ ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസസ് ഒരു സ്പേസ് ഇട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടഭാഗത്തൊക്കെ നല്ലതായിട്ട് വേഗത്തുള്ളൂ. ചിക്കനെല്ലാം ഞാൻ സ്ക്വയറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് അവനിലോട്ട് നമുക്കിത് മാറ്റാം.
ഞാനിത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റാണ് ആദ്യം വെച്ചത്. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് പുറത്തെടുത്ത് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിയർ ഒന്ന് തിരിച്ച് ഇട്ടതിന് ശേഷമാണ് ഞാൻ വീണ്ടും അവനിലോട്ട് വെച്ചത്. അങ്ങനെ ഒരു 2 തവണ ഞാൻ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മറിച്ചിട്ട് വീണ്ടും അവനിലോട്ട് മാറ്റുക. ഇങ്ങനെയാണെങ്കിൽ ചിക്കൻ നല്ല മോയ്സ്റ്റായിട്ടിരിക്കത്തുള്ളൂ. അവനിലോട്ട് ഇത് 2ാമത്തെ തവണ ബ്രഷ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി അടുത്തത് കുൽച്ച ഉണ്ടാക്കി തുടങ്ങാം. ബട്ടർ കുൽച്ച ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബട്ടർ കുൽച്ച ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് വേണ്ടുന്നത് മൈദയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം മൈദയാണ്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്ത മൈദയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. തൈരും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ബട്ടർ കുൽച്ച ആയതുകൊണ്ട് ബട്ടർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബട്ടറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. എനിക്കിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അത് വെള്ളം ചേർത്ത് നോക്കി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാവിൽ വെള്ളം കൂടിപ്പോകും. കൈകൊണ്ട് ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ബൗളിൽ വെച്ച് നല്ലതായിട്ട് കുഴച്ചെടുത്താൽ മതി. മാവ് ഇവിടെ നല്ലതായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോയാണിത്. ഇനി കുറച്ച് ബട്ടർ ഇതിലൊന്ന് തടകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി നമുക്കിനി അതൊന്ന് പരത്തിയെടുക്കാം. ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. ലേശം പൊടി തൂകിയതിന് ശേഷം പരത്തിയെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. ഡോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറുത്ത എള്ളും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക.
അതൊരു ഭംഗിക്കായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള മാവും ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിയുടെ മാവ് റൗണ്ടിലാണ് പരത്തുന്നത്, പക്ഷേ കുൽച്ച ഉണ്ടാക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ്. മല്ലിയിലയും എള്ളുമൊക്കെ ഇടുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇളകിപ്പോകും. ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് തവയിലിട്ട് ചുട്ടെടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ തവയിലാണ് ചുട്ടെടുക്കുന്നത്. തവ നല്ലതായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ബബിൾസ് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ലേശം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ കുൽച്ച ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഈ സൈഡും അതുപോലെ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തവ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
20 സെക്കൻഡിന് ശേഷം ഇനി എടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. കുളിച്ച് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. ചിക്കൻ ടിക്കയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്കൊരു 55 മിനിറ്റാണ് എടുത്തത്. ചിക്കൻ ടിക്കയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടർ കുൽച്ച. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.